അൻവറിന്റെ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനം ഇന്നില്ല. കേരളത്തിലെ CPM-നെ പിണറായി കെട്ടിവെച്ച കാശ് പോലും കിട്ടാത്ത പാർട്ടിയാക്കി മാറ്റുമെന്ന ആരോപണം ഉന്നയിച്ച് അൻവർ. PV അൻവർ MLA-യുടെ രാഷ്ട്രീയ പ്രഖ്യാപനം ഇന്നില്ല. ഇന്ന് മഞ്ചേരിയിലെ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ പാർട്ടി പ്രഖ്യാപിക്കുമെന്നായിരുന്നു PV അൻവർ നേരത്തെ അറിയിച്ചിരുന്നത്. രാവിലെ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് രാഷ്ട്രീയ പാർട്ടിയെ പ്രഖ്യാപിക്കാനുള്ള സാങ്കേതിക തടസ്സമുണ്ടെന്നും പ്രശ്നങ്ങൾ നിയമവിദഗ്ധരുമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അൻവർ വ്യക്തമാക്കിയത്. പാർട്ടിയുടെ രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളുണ്ട്. അതിന്റെ ഫ്ലോയിൽ നടക്കും. നാട് അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികൾ പൊതുസമൂഹത്തിൽ ഉന്നയിക്കുകയാണ് മഞ്ചേരിയിലെ പൊതുയോഗത്തിന്റെ ലക്ഷ്യം. കെട്ടിവെച്ച കാശ് പോലും CPM സ്ഥാനാർത്ഥികൾക്ക് കിട്ടാത്ത രീതിയിൽ ബംഗാളിനേക്കാൾ മോശമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോവുകയാണെന്നും അൻവർ ആരോപിച്ചു. മുഖ്യമന്ത്രിയുടെ ആ നയത്തിനൊപ്പം പാർട്ടി കൂടി നിൽക്കുന്നത് എന്തിനാണെന്ന് ഒരു ഘട്ടത്തിൽ കേരളത്തിലെ ജനങ്ങളോട് CPM-നെ വിശദീകരിക്കേണ്ടി വരും. പാവപ്പെട്ട സഖാക്കളെയും പൊതുജനങ്ങളെയും ഇപ്പോൾ CPM കണ്ണുരുട്ടി പേടിപ്പിക്കുകയാണ്. അവർക്കൊക്കെ പ്രതികരിക്കാനുള്ള അവസരമാണ് തെരഞ്ഞെടുപ്പ്. പാർട്ടി പുനർവിചിന്തനം നടത്തിയില്ലെങ്കിൽ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസാനമാണെന്ന കാര്യത്തിൽ ഒരാൾക്കും തർക്കമില്ലെന്നും PV അൻവർ പറയുന്നു. പിണറായി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ബിനീഷ് കോടിയേരി അറസ്റ്റ് ചെയ്ത് ബംഗളൂരു ജയിലിലാക്കുന്നത്. ഇത് കോടിയേരിക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടാക്കിയിരുന്നു. സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറുന്നത് വരെയുള്ള കാലഘട്ടത്തിൽ അദ്ദേഹം നിരാശനായിരുന്നു. സർക്കാരിലുള്ള പാർട്ടിയുടെ ഇടപെടലും അതോടെ നിന്നു. 6 വർഷത്തോളമായി പാർട്ടി സെക്രട്ടേറിയറ്റിന്റെ ഇടപെടൽ സർക്കാരിൽ ഉണ്ടായിട്ടില്ല. എല്ലാം നിയന്ത്രിച്ചത് മുഖ്യമന്ത്രി തന്നെയാണ്. പാർട്ടിയുടെ ഇടപെടൽ പൂർണ്ണമായി ഒഴിവാക്കുന്ന അവസ്ഥയിലായിരുന്നു MV ഗോവിന്ദൻ സെക്രട്ടറിയായി വരുന്നത്. സെക്രട്ടറിയാകാൻ കാത്തിരുന്ന് നിരവധി പേർക്കിടയിൽ ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥി എന്ന നിലയിലാണ് അദ്ദേഹം സെക്രട്ടറിയായതെന്നും അൻവർ പറയുന്നു. അതുകൊണ്ട് തന്നെ സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നോ പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ലെന്നും അൻവർ ചൂണ്ടിക്കാട്ടി. UDF-നോടുള്ള നിലപാട് എങ്ങനെ വേണമെന്ന് ആലോചിച്ചിട്ടില്ലെന്നും അൻവർ പറഞ്ഞു. കുട്ടി പിറക്കുന്നതല്ലേ ഉള്ളൂ, ഇതുവരെ ഗർഭിണിയാണ്. ഭൂമിയിലേക്ക് ഇറങ്ങി കാലുറപ്പിക്കാനുള്ള സമയമെങ്കിലും വേണ്ടേ എന്നായിരുന്നു പ്രതികരണം. കേരളത്തിലെ സ്വർണ്ണക്കടത്തടക്കമുള്ള വിഷയങ്ങളെക്കുറിച്ച് DMK-ക്ക് ബോധ്യമുണ്ടോ എന്ന ചോദ്യത്തിന് 1.5 മാസമായി ഹിന്ദു ഉൾപ്പെടെയുള്ള ഇംഗ്ലീഷ് പത്രങ്ങളിൽ വരുന്ന റിപ്പോർട്ടുകളെക്കുറിച്ച് DMK നേതൃത്വത്തിനും അറിയാമെന്നായിരുന്നു അൻവറിന്റെ മറുപടി. തമിഴ്നാട്ടിലെ ജനങ്ങൾക്കും കേരളത്തിലെ ജനങ്ങൾക്കും കാര്യങ്ങൾ അറിയാം. ഇതൊന്നും മനസ്സിലാകാത്ത രണ്ടുപേരേ ഉള്ളൂ, കേരളത്തിലെ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയുമെന്ന് അൻവർ പറയുന്നു. ഏതായാലും ഇപ്പോൾ PV അൻവറിന്റെ രാഷ്ട്രീയ പ്രഖ്യാപനം, പ്രത്യേകിച്ച് DMK-യോടൊപ്പം ചേരാനുള്ള തീരുമാനം ആണ് എന്ന് പറയപ്പെടുന്ന ആ തീരുമാനം നടക്കുമോ എന്നറിയില്ല. അതിലെന്തെങ്കിലും തടസ്സമുണ്ടോ എന്നും മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ പ്രഖ്യാപനം ഉടനില്ല എന്ന രീതിയിലേക്ക് അൻവർ മാറിയത് എന്നതാണ് സൂചന.